ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പക്കോടയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി. അപ്പോൾ ബെല്ലേക്കിൽ ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ് നമ്മൾ ഈ പക്കോട. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാം. സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കൂടി ചേർക്കാം നമുക്കിതിൻ്റെ കൂടെ. ക്യാരറ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. അപ്പോൾ അത് ചേർക്കുകയാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചേർക്കുകയാണ്. നമുക്കിപ്പോൾ എരിവ് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്താൽ മതിയാവും. നമ്മളിനി ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതിൻ്റെ പേരിലാണ് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. ഗോതമ്പ് പൊടി അധികം ആവണ്ട, ഒരല്പം മാത്രം നമ്മളിതുപോലെ ചേർത്താൽ മതിയാവും. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്പ്നെസ് ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരം അരിപ്പൊടി ചേർത്താലും മതിയാവും. ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ അധികം മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. കൂടെ തന്നെ ഒരു പിഞ്ച് കായപ്പൊടി കൂടി. ഇനി നമുക്ക് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒന്നും ചേർക്കാതെ വേണം ഫസ്റ്റ് നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. എങ്ങാനും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2 ടീസ്പൂൺ അളവിലൊന്ന് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അധികം വെള്ളം ഒന്നും ചേർക്കരുത്. ഫസ്റ്റ് നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ കുഴച്ചെടുക്കണം. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മുടെ ഈ മിക്സ് ഇരിക്കേണ്ടത്. ഒരുപാട് മാവൊന്നും ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കാൻ പാടില്ല. ഇതുപോലെ നമ്മുടെ സവാളയും ക്യാരറ്റും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരല്പം കറിവേപ്പില കൂടിയാണ്. അപ്പോൾ നമ്മൾ കറിവേപ്പില നേരത്തെ ഇട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല ലാസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ കറിവേപ്പിലൊക്കെ നമുക്ക് അങ്ങനെ കിട്ടും. അതിൻ്റെ പേരിലാണ്. കറിവേപ്പില കൂടി ചേർത്ത ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഓയിലിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാവും. എന്നാൽ ശരി, നമുക്കിനി ഇത് പെട്ടെന്ന് തന്നെ ഓയിലിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഓയിലിലേക്ക് കൈ കൊണ്ട് ഓരോന്നിട്ട് എടുത്തിടുന്നതിനേക്കാളും ഇതുപോലെ ചെറിയൊരു സ്പൂൺ വെച്ചിടുമ്പോഴാണ് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്നും കുറച്ച് വേണം വെക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും ആ പുറം ഭാഗം മാത്രം കളർ മാറുള്ളൂ. അകം ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും. അങ്ങനെയല്ല നമുക്കിത് കിട്ടേണ്ടത്. ഇത് ഫുള്ളും ക്രിസ്പി ആയിട്ട് വേണം നമുക്ക് ഈ സ്നാക്സ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് വേണം വെക്കാനായിട്ട്. ഈ കളർ യെല്ലോ കളറിൽ തന്നെ നമുക്ക് എടുക്കുകയും വേണം. അപ്പോഴാണ് ഇത് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പക്കോട എന്നുള്ള സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കോടയാണിത്. ഇതുവരെയും ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫേവററ്റ് പക്കോടയിൽ ഒന്നായിരിക്കും ഇതും ഉറപ്പായിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.